സഹിച്ച ആൾക്കാരെ കുറിച്ച് വലിയ മതിപ്പൊന്നുമില്ല. കാര്യം സഹിച്ചെന്ന് പറഞ്ഞാൽ സത്യം, പക്ഷേ കയ്യിരിപ്പ് മോശമാണ്. മനസ്സിലായില്ലേ? സഹിച്ചെന്ന് പറയുമ്പോൾ നമ്മളവർക്ക് സഹിച്ചു കഴിഞ്ഞാൽ സംഭവം എല്ലാം ഇങ്ങനെ സ്വർഗം ഇങ്ങനെ അടർന്ന് വീഴുമെന്ന് ഒരു കുന്തവും സംഭവിക്കത്തില്ല. കാര്യം എന്താണ്? സഹിച്ചാലും അവസാനം നിൽക്കുക. നമ്മൾ സൂര്യനൂലും ഓട്ടം പോലെയാണേ. സൂര്യനൂല് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന് നമ്മൾ ഓടുകയും ചെയ്യണം, അതേസമയം നൂല് കോർക്കുകയും ചെയ്യണം. ഫിനിഷാകുമ്പോൾ ട്രഫറി ഒന്ന് നോക്കണത് എന്താ, മാസ്റ്റർ ഒന്ന് നോക്കണത് എന്താണ്? നീ ഫിനിഷായെന്നല്ല നോക്കണത്, നീ ഫിനിഷായോ എന്നല്ല നോക്കണത്, ആ സൂര്യ നൂല് കോർത്തിട്ടുണ്ടോ എന്നാണ് നോക്കണത്. അതാണ് പ്രശ്നം. നമ്മൾ ഈ ജീവിതം പൂർത്തിയാക്കുകയും ചെയ്യണം, സ്നേഹം ബാക്കി നിലനിൽക്കുകയും ചെയ്യണം. അതുകൊണ്ട് അത് ഭയങ്കര രസകരമായ കാര്യം. കർത്താവിൻ്റെ എല്ലാ കഥകളിലും ബാക്കി ബാലൻസ് അവശേഷിക്കണേ എന്താ? സ്നേഹമാണ്. അച്ഛൻ പറഞ്ഞു വരുന്നതിന് മനസ്സിലായില്ലേ മക്കളെ? അപ്പം ഈ പിറുപിറുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ പിറുപിറുപ്പുണ്ടാ, അതിൻ്റെ അർത്ഥം നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ കാര്യമില്ലെന്നാണ്. ദൈവം നോക്കണത് എന്താണ്? നിങ്ങൾ അസൂയപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ട് അസൂയപ്പെടുന്നു? സ്നേഹമില്ലേ? അപ്പം അതുകൊണ്ട് സ്നേഹം ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ ബാക്കി പിറുപിറുക്കാതിരിക്കുകയോ കാര്യങ്ങൾ സമീപിക്കാൻ. അപ്പോൾ ദൈവ പൈതലായി നമ്മൾ തുടരും. ഓക്കെ.